എല്ലാവർക്കും നമസ്കാരം. ശാരദീയ നവരാത്രി പ്രഭാഷണ പരമ്പരയിൽ 4-ാം ദിവസത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നവരാത്രിയുടെ 3-ാം ദിനത്തിലെ ദേവി ചന്ദ്രഘണ്ഠയുടെ ധീരതയിൽ നിന്ന്, ശാന്തിയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് നാം 4-ാം ദിവസത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇന്ന് നാം ആരാധിക്കുന്നത് പ്രപഞ്ച സൃഷ്ടിക്ക് കാരണഭൂതയായ, പ്രപഞ്ചമാകുന്ന മുട്ടയെ തന്നുള്ളിൽ ധരിച്ച ദേവി കൂശ്മാണ്ഡയെയാണ്. നവദുർഗാ സ്തോത്രം പറയുന്നു: കൂശ്മാണ്ഡേതി ചതുർത്ഥകം. 4-ാമത്തെ രൂപം കൂശ്മാണ്ഡയുടേതാകുന്നു. ഈ പ്രപഞ്ചമുണ്ടാകുന്നതിന് മുമ്പ് എങ്ങും ഇരുട്ടും ശൂന്യതയും മാത്രമായിരുന്നു. കാലം പോലും നിലച്ചിരുന്ന ആ അവസ്ഥയിൽ ദേവി തന്റെ ഒരു ചെറുപുഞ്ചിരിയാൽ പ്രപഞ്ചമാകുന്ന ബ്രഹ്മാണ്ടത്തിന് ജന്മം നൽകി. ആദി പരാശക്തിയുടെ ഈ സൃഷ്ടി ഭാവമാണ് കൂശ്മാണ്ഡാദേവി. ദേവിയുടെ പേര് അവളുടെ സ്വരൂപത്തെ വെളിപ്പെടുത്തുന്നു. കു എന്നാൽ ചെറുത്, ഉഷ്മ എന്നാൽ ഊർജം അഥവാ താപം, അണ്ഡം എന്നാൽ മുട്ട. അതായത് തന്റെ ചെറിയ ഊർജം കൊണ്ട് അഥവാ പുഞ്ചിരി കൊണ്ട് ബ്രഹ്മാണ്ടത്തെ സൃഷ്ടിച്ചവൾ. അണ്ഡം എന്നത് ബ്രഹ്മാണ്ടത്തിന്റെ പ്രതീകമായാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് കൂശ്മാണ്ഡാദേവി എന്ന പേര് വന്നിരിക്കുന്നത് അത്രേ. സൂര്യന്റെ പോലും പ്രകാശത്തിന് കാരണം ദേവിയാണ്. സൂര്യമണ്ഡലത്തിന്റെ ഉള്ളിൽ വസിക്കാൻ കഴിവുള്ള ഒരേ ഒരു ശക്തി കൂശ്മാണ്ഡാദേവിയാണ്. അവൾ തന്നെയാണ് സൂര്യഭഗവാന് തേജസ്സും ഊർജവും നൽകുന്നത്. സൂര്യനെ പോലെ ശോഭിക്കുന്ന ശരീരത്തോടു കൂടിയ ദേവി 8 കൈകളോടും കൂടി സിംഹത്തിന്റെ പുറത്ത് വിരാജിക്കുന്നു. അതുകൊണ്ട് ദേവിക്ക് അഷ്ടഭുജ എന്നും പേരുണ്ട്. ദേവിയുടെ കൈകളിൽ കമണ്ഡലു, വില്ല്, അമ്പ്, താമരപ്പൂവ്, അമൃതകുംഭം, ചക്രം, ഗദ, ജപമാല എന്നിവയെല്ലാം കാണാം. അമൃതകുംഭം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭക്തർക്ക് ദീർഘായുസ്സും ആരോഗ്യവും നൽകുന്നതു ദേവി എന്നതിന്റെ പ്രതീകം എന്ന അർത്ഥത്തിലാണ്. ജപമാല സർവസിദ്ധികളും ഭക്തർക്ക് നൽകാൻ കഴിവുള്ളവളാണ് ദേവി എന്ന് സൂചിപ്പിക്കുന്നു. ഗദാചക്രം എന്നിവ ധർമ്മസംരക്ഷണാർത്ഥം ദുഷ്ടന്മാരെ നിഗ്രഹിക്കാനുള്ള ദേവിയുടെ സന്നദ്ധതയാണ് സൂചിപ്പിക്കുന്നത്. സിംഹമാവട്ടെ ധർമ്മത്തിന്റെയും ധീരതയുടെയും പ്രതീകമായ സിംഹത്തെ സൂചിപ്പിച്ചിരിക്കുന്നു. നേരത്തെ നമ്മൾ സിംഹത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ചർച്ച ചെയ്തിരുന്നുവല്ലോ. യോഗശാസ്ത്ര പ്രകാരം ദേവി കൂശ്മാണ്ഡ അനാഹത ചക്രത്തിന്റെ അഥവാ ഹൃദയചക്രത്തിന്റെ അധിഷ്ഠാത്രി ദേവതയാണ്. ഇത് സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും കേന്ദ്രമാണ്. കൂശ്മാണ്ഡാദേവിയെ ആരാധിക്കുന്നതിലൂടെ ഭക്തൻ മനസ്സിലെ അന്ധകാരം നീക്കി അവന്റെ ഹൃദയം സ്നേഹം കൊണ്ട് നിറയുന്നു. അജ്ഞാനമാകുന്ന അന്ധകാരത്തിൽ നിന്നും ജ്ഞാനത്തിന്റെ പ്രകാശത്തിലേക്ക് സ്നേഹത്തിന്റെ പ്രതീകമായി കൊണ്ട് വളരാൻ നമ്മെ കൂശ്മാണ്ഡാദേവി പ്രേരിപ്പിക്കുന്നു. ദേവിയെ ഭക്തിയോടെ ആരാധിക്കുന്നവരുടെ രോഗദുരിതങ്ങൾ അകന്നു പോകുമെന്നും അവർക്ക് ആയുസ്സും യശസ്സും ആരോഗ്യവും ലഭിക്കുമെന്നും വിശ്വസിക്കുന്നു. ചെറിയൊരു പൂജ കൊണ്ടുപോലും അതിവേഗം പ്രസാദിക്കുന്ന ദേവിയാണ് കൂശ്മാണ്ഡാദേവി എന്ന് പുരാണ കൃതികളിൽ കാണാൻ സാധിക്കുന്നു. അതുകൊണ്ട് സർവ ആയുരാരോഗ്യ സൗഖ്യത്തിനായി നമുക്ക് കൂശ്മാണ്ഡാദേവിയെ പ്രാർത്ഥിക്കാവുന്നതാണ്. ദേവി കൂശ്മാണ്ഡ നമ്മെ പഠിപ്പിക്കുന്നത് വലിയ പ്രപഞ്ചങ്ങൾ പോലും ഒരു ചെറിയ പുഞ്ചിരിയിൽ നിന്ന്, സ്നേഹത്തിന്റെ ഊർജത്തിൽ നിന്നുണ്ടാക്കാം എന്നതാണ്. സൂര്യന് പ്രകാശം നൽകുന്ന ആ മഹാശക്തി നമ്മുടെ ഉള്ളിലെല്ലാം ഉണ്ട്. അതുകൊണ്ട് ഈ 4-ാം ദിനത്തിൽ നമ്മുടെ ജീവിതത്തിലെ എല്ലാ അന്ധകാരങ്ങളെയും അകറ്റി ഉള്ളിൽ പ്രകാശവും ഊർജവും നിറയ്ക്കാനും നമ്മുടെ പ്രവൃത്തികളിലൂടെ, നന്മയിലൂടെ ഒരു പുതിയ ലോകക്രമം സൃഷ്ടിക്കാനും ദേവി കൂശ്മാണ്ഡ നമ്മെ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ ഒരു പുഞ്ചിരി മതി, ഒരു സ്നേഹം മതി എല്ലാം മാറ്റിമറയ്ക്കാൻ. അതുകൊണ്ട് ഈ സങ്കുചിത ലോകത്ത് നമ്മുടെ സങ്കുചിത ഭാവങ്ങളെല്ലാം മറന്നുകൊണ്ട്
ലോക കല്യാണത്തിനായി പരസ്പരം സ്നേഹിച്ചുകൊണ്ട് പരസ്പരം പുഞ്ചിരിച്ചുകൊണ്ട് ജീവിക്കാൻ നമുക്ക് കുശ്മാണ്ഡ ദേവിയുടെ ജീവിതം ഒരു പ്രേരണാ ശക്തിയായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദേവിയുടെ അനുഗ്രഹം സർവദാ സർവത്ര നമ്മളിൽ ഏവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് മാതാദി. നമസ്തേ.